എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റവ ഉപ്പുമാവാണ്. വലിയ പ്രത്യേകതകളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും ഡ്രൈ ആയിട്ട് റവ ഉപ്പുമാവ് കഴിക്കണം ഞാൻ കണ്ടിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കുറേ നാൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയതാണ്. എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ്. നമുക്കപ്പോൾ പെട്ടെന്നൊരു റവ ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് ഒരു തക്കാളി, ഒരു ഉള്ളി ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരല്പം മല്ലിയില, ഒരു 1/4 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 2 പച്ചമുളക്, ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് മാത്രം നീളത്തിൽ, ബാക്കിയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ് റവ ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഓരോ ടീസ്പൂൺ വീതം കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനാവശ്യത്തിനുള്ള വെള്ളം, എണ്ണ, ഇതൊക്കെയാണ് വേണ്ടത്. ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ 1 ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് വേണ്ടി വരും. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ സോട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ കാഷ്നട്ടോ കിസ്മിസോ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ അത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക, എന്നിട്ട് ലാസ്റ്റ് അത് ചേർക്കാം. ഞാനിത് രണ്ടും ചെയ്യുന്നില്ല. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പം കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഇത് 3 ചേർത്ത് കൊടുക്കുക. നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുക. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിൽ, ഞാൻ പ്രത്യേകിച്ച് ഗുജറാത്തിലായിരുന്നു, അവിടെയൊക്കെ കഴിക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര സോഫ്റ്റ് ഉപ്പുമാവായിരിക്കും, മെൽറ്റായി പോവും വായിൽ വെച്ച് കഴിഞ്ഞാൽ. ഇതെങ്ങനെയാണ് അവർ ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഉപ്പുമാവ് ഭയങ്കര ഡ്രൈ. എൻ്റെയൊക്കെ വീട്ടിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ്. ഡ്രൈ മീൻസ് ആ ഒരു പെർഫെക്റ്റ് കുഴമ്പ് രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരിക്കൽ ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനൊരു കാര്യം വിട്ടുപോയി. ആ കടുക് പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ചേർക്കുകയാണ് കേട്ടോ. പകുതി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് വെള്ള ഉപ്പുമാവാണ് ഇഷ്ടമെങ്കിൽ അത് മതി. പക്ഷേ ഞാനിവിടെ ഒരു അല്പം മഞ്ഞ കളറിലെ വീഡിയോയ്ക്ക് ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് മഞ്ഞൾപ്പൊടി. താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് മെൽട്ടാവാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കുക, സിമ്മാക്കിയിട്ടിട്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റവ എടുത്തത് ആ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം. 1 2 3
ഇനി ഇതിൽ ഉപ്പിൻ്റെ അളവ് പാകമാണോ എന്ന് നോക്കണം. കാരണം നമ്മൾ ആദ്യം ഇട്ടപ്പോൾ അത് ജസ്റ്റ് ആ തക്കാളി ഒന്ന് മെൽട്ടാവാനുള്ള ഉപ്പായിട്ടത്. ഫ്ലെയിം ഇനി ഹൈ ആക്കി വെക്കണം. എന്നിട്ട് ഉപ്പിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്യണം. പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക, മതിയെങ്കിൽ ഓക്കെ. ഉപ്പൊരു പൊടിക്ക് മുകളിൽ നിൽക്കണം. ഞാൻ പറയാറുണ്ട് എന്നും വെള്ളത്തിലേക്ക് ഉപ്പിടുമ്പം അതിൻ്റെ അകത്തേക്ക് ഇനിയും എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ, ഇപ്പം അരിയാണെങ്കിലും ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അതുപോലെ റവ ഉപ്പുമാവാണെങ്കിൽ റവയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് ഒരല്പം ഉപ്പ് മുകളിൽ നിൽക്കണം. എന്നാലേ അത് കറക്റ്റ് ആ സാധനം കൂടി ചേർത്ത് വരുമ്പം കറക്റ്റ് ആവുള്ളൂ. എന്ന് വെച്ച് ഉപ്പ് ഒരുപാട് കൂടിക്കോട്ടെ എന്നല്ല കേട്ടോ. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ വെള്ളം നല്ലപോലെ തിളയ്ക്കട്ടെ. നമ്മുടെ ബാക്കി കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കട്ടെ. ഇതുണ്ടോ, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നായിട്ട് വെട്ടി തിളയ്ക്കണേ. ഇപ്പോൾ അതൊരുവിധം നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ റവ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ബൾക്കായിട്ട് അറ്റ് എ ടൈം ചേർത്ത് കൊടുത്താൽ കട്ട പിടിക്കും. ഇനി ഇതൊന്ന് നല്ലപോലെ കുറുകണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ ആവും. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ മുകളിലൊരല്പം നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഓപ്ഷണലാണ്. അതുകൊണ്ട് ഞാനത് കാണിക്കാൻ ഇൻഗ്രീഡിയൻസിൽ. ഇതോടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്കിവിടെ നാളികേരം ചേർക്കുന്നതാണ് ഇഷ്ടം. ഇനി ഇതിലേക്ക് കാഷ്നട്ടൊക്കെ വറുത്ത് വയ്ക്കുന്നവർക്ക് അത് ചേർക്കാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടേ. നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. നമ്മുടെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ മെത്തേഡിൽ ചെയ്യാവുന്ന സ്വാദിഷ്ടമായ ഒരു ഉപ്പുമാവാണ്. ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.